ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ലഞ്ച് തയ്യാറാക്കാം. ചിക്കൻ കറിയും ഗീ റൈസുമാണ് തയ്യാറാക്കുന്നത്. ആദ്യം കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. മൂന്ന് വെല്ലുള്ളി ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചതാണത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിൽ ചതുക്കിയെടുത്തതാണ്. ഉള്ളിയും കറിവേപ്പിലയും നല്ലപോലെ വഴറ്റുക. ഉള്ളി മാളാൻ ആവശ്യമായ ഉപ്പിടുക. ഉപ്പിട്ടാൽ ഉള്ളി നല്ലപോലെ ബ്രൗൺ കളറായി കിട്ടും. അതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക. നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ്. അതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 സ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും 3 തക്കാളി കട്ട് ചെയ്ത് വെച്ചതും ഇട്ട് നല്ലപോലെ വഴറ്റുക. മസാലയെല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇടാം. ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. ഒരു സ്പൂണും കൂടെ ഇറച്ചി മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഇട്ട് കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി തിളച്ച് ചിക്കനെല്ലാം വെന്ത് കുറിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇടുക. ഇനി നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാം. അല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് പട്ട, ഏലയ്ക്ക, കറാമ്പ് എന്നിവ ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെല്ലുള്ളി ഇടുക. ക്യാരറ്റും അരി അളന്ന അതേ പാത്രത്തിൽ തന്നെ 2 പാത്രം വെള്ളം ഒഴിക്കുക. കൈമ റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചോറിന് ആവശ്യമായ ഉപ്പിടുക. നെയ്യും ചേർക്കുക. 1 നാരങ്ങയുടെ നീരും ഒഴിക്കുക. കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളം വെട്ടിത്തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇടുക. കറിവേപ്പിലയും ഇട്ട് ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് അടച്ച് വയ്ക്കുക. സിമ്മിലിടുക. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. വളരെ ടേസ്റ്റിയായ ഗീ റൈസ് തയ്യാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.